മുത്തേ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്ത് പേരിടും? ഭഗവതി വിലാസം കോളനി എന്ന് പേരിട്ടാലോ? വോട്ടർ പട്ടികയിൽ പേര് കൊടുക്കാനല്ല. പിന്നെ എന്ത് പേരിടും? ഡാഗിനി നല്ലിടാം. എന്ന് വെച്ചാ കേട്ടിട്ടില്ലേ? ഡാഗിനി സുന്ദരിയും സൽ സ്വഭാവിയുമായ ഒരു അമ്മൂമ്മ. പാവം. ദുഷ്ടന്മാർ അവരുടെ പേര് കേട്ടാൽ ഭയന്ന് വിറയ്ക്കും. മൊത്തത്തിലൊരു നന്മ വരും. അമ്മൂമ്മയല്ല ചേച്ചി, നിങ്ങളുടെയൊക്കെ പ്രായം വരും. അല്ല, മഹാഭാരതത്തിലുണ്ടോന്നൊരു സംശയം. കാണും കാണും. ദുഷ്യന്തന്റെ ആരുമാണ് അവൾ. എന്തായാലും പേര് കേൾക്കാൻ ഒരു കുമ്മൊക്കെ ഉണ്ട്. ആണല്ലേ? എങ്കിൽ നമുക്ക് ആ പേര് തന്നെ ഇടാം. ഇതിൽ നീയുണ്ടോടാ? ഞാനെന്തിനാ? ഞാൻ നിങ്ങളെ പോലെ അമ്മൂമ്മയോ നന്മയോ ഒന്നും അല്ലല്ലോ. സരോജേ, ഇവനെ കൂടി ഇതിൽ ചേർക്കണം. സാധനങ്ങൾ വാങ്ങിക്കാൻ ഇനി ഇതിൽ കൂടി പറഞ്ഞാൽ മതിയല്ലോ. അത് ശരി, നിന്നെ കൂടെ ചേർക്കാട്ടാ. വേറെ എന്തെങ്കിലും വേണോ? എന്നാട്ടാ മോൻ്റെ പേരെന്താ? മോൻ്റെ പേരെന്താ? വിൻസെന്റ്. വിൻസെൻ്റ്, ഇത് കള്ളനാ. ഇത് കള്ളനോട്ടം എടുത്തോണ്ട് പോയേ. നീ ഇത് എന്നെ പഠിപ്പിക്കുക? നോട്ട് മാറ്റിതാടാ. വാ. നീ അറിയാ ഒരു സാധനം ഞാനിവിടെ ഒളിപ്പിച്ചു. എന്ത്? ഏതൊരു 5 കോടി രൂപ. അതിപ്പോഴും കാണാനില്ല. ജീവിക്കാൻ പല പണിയും ചെയ്തു. ഒടുവിൽ ഹവാലി മായൻ അവനെന്നെ കൊല്ലും. ആരാണ് മായൻ? അവൻ കാലന ചിരിച്ചുകൊണ്ട് കൊല്ലും. അവന് വേണ്ടി ഒരുപാട് വൃത്തികേടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഹവാല ഇടപാടിൽ എൻ്റെ കൈപൊള്ളി, ഡീല് മുടങ്ങി. അന്നെനിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? എനിക്ക് ആകെ ഉണ്ടായിരുന്ന എൻ്റെ വീടും പെരടവും അതവൻ കൊണ്ടുപോയി. ഏതോ നശിച്ച നേരത്ത് എനിക്ക് തോന്നിയൊരു കുബുദ്ധി.
അവൻ്റെ ഡീല് ഞാൻ മുടക്കി. കൈ കിട്ടിയ കാശും ബാഗുമായി ഞാൻ മുങ്ങി. പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ചു. ഈ രാജ്യം വിട്ടു പോകാൻ പോലും നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ആ കാശ് തിരിച്ചു കൊടുത്ത പ്രശ്നം തീരില്ലേ? ഇല്ല. ഹവാലയെ ചതിച്ച ഒരു ശിക്ഷയുള്ളൂ, മരണം. എന്താ മോളുടെ പേര്? ഞാൻ അല്ലണ്ണ, അയാളാണ്. എനിക്കൊന്നും അറിയില്ലണ്ണ, എല്ലാ അയാൾ പറഞ്ഞു. എടുത്തോ. മേരി മോൾക്ക് നമ്മുടെ പാവം പിടിച്ച കർത്താവിന് ഒറ്റ കൊടുത്ത യൂദാസിന്റെ കഥ അറിയാവോ? കൂടെ കൊണ്ടുവരുന്ന സ്നേഹവും ആഹാരമൊക്കെ കൊടുത്ത കർത്താവിന് 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുത്ത യൂദാസിന് കർത്താവ് പാവമായിരുന്നുകൊണ്ട് വെറുതെ. പക്ഷെ അതുകൊണ്ടൊരു കുഴപ്പമുണ്ടായി. എന്താ അറിയോ, ഒരുപാട് അവന്മാര് യൂദാസിനെ കണ്ടു പഠിക്കാൻ തുടങ്ങി. അണ്ണാ ഇതിന്റെ മോളണ്ണ, എനിക്കിതിനെ പറ്റി ഇവക്കാൻ ഇവള് തന്നെ തനിച്ചോണ്ട. ഹവാലയും കള്ളപ്പണവുമായിട്ട് കിടക്കുന്ന എന്നെ നീ കർത്താവാക്കല്ലേ? മോള് പറ, കർത്താവ് കാണിച്ച മണ്ടത്തരം ഞാൻ കാണിക്കണോ? പാടില്ല. അതുകൊണ്ട് യൂദാസിന് പണി കിട്ടും, 8ന്റെ പണി. വേണ്ട വേണ്ട. ഇത്രയും ശത്രുക്കൾ ഉണ്ടായിട്ടും അവനാരും പൂട്ടിയില്ലേ? പൂട്ടി പല തവണ. പക്ഷെ അവനെ വെട്ടിയ അവൻ 2ആയി പിളരും, എന്നിട്ട് 2ആയി നിന്ന് പണിയും. ആ കാശ് അവൻ്റെ കൈ കിട്ടുന്നവരേ ഉള്ളൂ എൻ്റെ ആയുസ്. ചിലപ്പോൾ ആ പൈസ അവൻ്റെ കൈ കിട്ടിക്കാണും, അല്ലെങ്കിൽ മൂന്നാമതൊരാൾ. ഇവിടെ പണിക്കുന്ന ബംഗാളികൾ 2 ദിവസമായിട്ട് വരുന്നില്ല എന്ന് മുത്ത് പറഞ്ഞു. വിളിച്ചിട്ട് അവന്മാരെ എടുക്കുന്നില്ല എന്ന്. ഇനി അവന്മാരെങ്ങാനും ഞാനിനി ഇവിടെ നിൽക്കുന്നത് നിനക്കും കൂടി അബദ്ധ. പണ്ട് ഇതുപോലൊരു വാക്കും പറഞ്ഞ് ഒരു പോക്കങ്ങ് പോയതാണ്. ഇനി അത് വേണ്ട. പൈസയുടെ കാര്യമില്ലേ, നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കേ, നമുക്ക് വഴിയുണ്ടാക്കാം. ആഹാ, ഇതെന്താ പ്രേമിച്ചിരിക്കണോ? എന്താ എന്തുപറ്റി? ഒന്നുമില്ലടാ. വാ, ഇന്നലെ നമ്മുടെ പാർട്ടി വാ. റോസ്മേരി, കുറച്ച് ഗ്ലാസ് വെള്ളം കിടത്തി. ആ എല്ലാരും ഉണ്ടല്ലോ. റെഡി. അല്ല,
എല്ലാവരും ഇവിടെ വന്നിരിക്കുകയാണ്. അവിടെ കൂടായിരുന്നല്ല. എന്തിന്? അങ്ങേർക്കൊരു കമ്പനി ആവുമല്ലോ, അവരോട് ഇരിക്കട്ടെ. വാ ഡാ, കുറച്ചാ പാവത്തിനും കൂടി കൊടുത്തേക്കണേ. വാ. എല്ലാവരും അധികം നേരം നിൽക്കാതെ അങ്ങോട്ട് വരണേ. വാ. അന്നേ ദിവസം കൊണ്ട് അവസാനിച്ചു. ചതിയന. ചേട്ടാ ഞാൻ വണ്ടി വല്ലോ. വണ്ടിയുടെ അങ്ങനെ പോയല്ലോ. നിങ്ങളോട് കാർ നിൽക്കാൻ പറഞ്ഞേ. നിങ്ങളോട് നിൽക്കാൻ പറഞ്ഞു. എന്താണ്
ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും നീ അവരെ കണ്ടിട്ടുണ്ടോ? നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ? എന്റെ ആങ്ങളുടെ മോനൊരു കോൺസ്റ്റബിളാ. നാളെ രാവിലെ ഞാൻ അവനെ വിളിച്ച് ചോദിക്കാം. എന്നാലും ഇതിപ്പോ ആരായിരിക്കും? മായൻ. ആരാ? അതവനാണ്, മായൻ. നമുക്കേ പോലീസ് പരാതിപ്പെട്ടാലോ? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്നാലും ആ പണം ആരുടെ കയ്യിലാണെന്ന് ഒരു പിടിയുമില്ലല്ലോ. വിക്രമൻ പർത്തി സാർ. അവൻ വിചാരിച്ച ചിലപ്പോ മായന്റെ അടുത്ത് എത്താൻ പറ്റും. ആരാ? ഗുണ്ടേ, പേടിക്കണ്ട, എന്റെ കൂട്ടുകാരന്. അവനെവിടെയുണ്ട്? കുറച്ച് ദൂരെ. എവിടെയാണെങ്കിലും ഞാൻ പോയി കാണാം. അവനെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ മായനോട് നേരിട്ട് സംസാരിച്ചോളാം. ജുമാ വിവരക്കേട് പറയില്ല. ഒറ്റയ്ക്ക് ജീവിച്ച് മരിക്കണമെന്ന് തീരുമാനിച്ചതാണ്. അപ്പോഴാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജീവിതവുമായി അയാൾ വന്നത്. ഇനി അത് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറില്ല. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഈ പ്രായത്തിൽ മരിക്കാനും എനിക്ക് ഭയമില്ല. കുട്ടേട്ടൻ ജീവനോടുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഞാൻ തിരിച്ചുകൊണ്ടുവരും. അയാൾക്ക് കാശാണ് വേണ്ടതെങ്കിൽ ഇതെല്ലാം വിറ്റുപേർക്ക് ഞാൻ കൊടുക്കും. നീ തനിച്ചു പോണ്ട, ഞാനും വരാം. നിങ്ങളൊക്കെ പോയാൽ ഞാനെന്തിനും ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ഞാനും വരും. അയ്യോ അയ്യോ, നിങ്ങൾക്കൊക്കെ വട്ടായോ? തീർത്ഥാടനത്തിന് പോണ കാര്യമല്ലേ പറഞ്ഞേ? നിർത്തടാ, ഞാനും ഉണ്ട്. കുറച്ച് ദിവസം സീരിയൽ ബേബി നോക്കാൻ നമുക്ക് ആ മേരി ഇവിടെ നിർത്താം. ഒന്നും പറ്റിയില്ലെങ്കിലും ചാവുന്നതിന് മുമ്പ് ആ മായൻ തണ്ടിയെ പണിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. നീയും വരണം. ഞാനോ? നീ വരും. എന്തിന്? ആ കുട്ടേട്ടനെ കൊണ്ട് കാലം കൊടുത്തത് നീയാ. അതുകൊണ്ട് നീയേ വരണം. അയ്യോ, നീ പേടിക്കണ്ടടാ. നിനക്കൊരു പോറൽ പോലും ഏൽക്കാതെ നിന്നെ ഞങ്ങൾ ഇവിടെ തിരിച്ചെത്തിക്കും.